ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് വളരെയധികം പോഷകാംശ ഗുണമുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയും സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 150 ഗ്രാം റവ എടുത്തിട്ടുണ്ട്, 4 ടീസ്പൂൺ തൈര്, ഒരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഗ്രീൻ പീസ്, പിന്നെ മല്ലിയില. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ റവയും ഒരു ബോളിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തൈര് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് സ്വല്പം അതിൽ സ്വല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ പരുവത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, തക്കാളിക്കായിട്ട് കൊടുക്കാം, അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇനോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. ഞാനൊരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ദണ്ട് ഇത് ഇങ്ങനെ വെച്ച് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് കുക്കറിൻ്റെ വിസിലങ്ങ് എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എന്തോന്ന് നമുക്ക് ഒരു പിച്ചാത്തി കൊണ്ട് കുത്തി നോക്കാം. അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.